ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ വയനാട് ഫസ്റ്റ് കാണാൻ വന്നിരിക്കുകയാണ്, വയനാട് ആഘോഷം കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഷാർക്കിൻ്റെ മത്സ്യകന്യയുടെയൊക്കെ ഒരുപാട് രൂപങ്ങളും അതുപോലെ ഫ്ലെക്സും എല്ലാം ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ഒരുപാട് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഒരുപാട് പാർട്സും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ കഴിയും. നമ്മൾ അതൊന്നും വീഡിയോ എടുത്തില്ല. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് അവിടെ തന്നെ ഒരു കാർപ്പിൻ്റെ കളക്ഷൻ കാണാൻ പറ്റും. ഒരു ടാങ്ക് നിറയെ നമ്മൾ കാർ ഫിഷും കാര്യം കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ അതിനകത്ത് ഒരുപാട് മീൻ ആ ടാങ്കിൽ തന്നെ കിടപ്പുണ്ട്. അതിനുശേഷം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ നിയോൺ ടെട്രയുടെ കളക്ഷനാണ് വരുന്നത്. അതും ഒന്നും രണ്ടോ എന്നില്ല ഗൈസ്, ലക്ഷക്കണക്കിന് മീനുകളാണ് ആ ടാങ്ക് കിടക്കുന്നത്. നിയോൺ ടെട്ര മാത്രമല്ല, അതിനകത്ത് നമ്മുടെ സക്കർ ഫിഷും കിടപ്പുണ്ട്. അങ്ങനെ ഒരുപാട് മീനുകൾ ആ ഒരു ടാങ്ക് കിടപ്പുണ്ടല്ലേ, നല്ല ഫുൾ കളർഫുള്ളായിട്ട്. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ കാർപ്പിൻ്റെ കളക്ഷനാണ്. നമ്മുടെ കോഴിക്കാർപ്പ് തന്നെ ഒരുപാട് ആ ടാങ്ക് കിടപ്പുണ്ട്, നിറയെ മുകളിലൊക്കെ നിറഞ്ഞ് കിടപ്പുണ്ടല്ലേ. പിന്നെ അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഫുൾ ആ ഒരു കാർപ്പിൻ്റെ കളക്ഷനാണ്. ഈ ഒരു സൈഡ് മൊത്തം കണ്ടില്ല, പല വെറൈറ്റീസ് മീനുകൾ ആ ടാങ്ക് കിടപ്പുണ്ട്. നമുക്ക് പേരറിയാത്ത പല മീനുകളും ആ ടാങ്കിലുണ്ടായിരുന്നു. പിന്നീട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ടാങ്കിലോട്ട് നോക്കുമ്പോൾ നിറയെ ഷാർക്കാണ് ഗൈസ്. നമ്മളെ ബ്ലാക്ക് കളറും വൈറ്റ് കളറും ഷാർക്കാണ്. ഷാർക്കൊക്കെ തിങ്ങി നിറഞ്ഞാണ് ഗൈസ് ആ ടാങ്കിൽ കിടക്കുന്നത്. നമുക്ക് കാണുമ്പോൾ എന്തോ പോലെ ആവും, കാരണം ഒരുപാട് ടാങ്കില്ല, മീനുകൾക്ക് സ്ഥലമില്ലാത്ത പോലെയാണ് മീൻ കിടക്കുന്നതല്ലേ. ഒരുപാട് മീനുകൾ നിറഞ്ഞ് കിടപ്പുണ്ട് ആ ഒരു ടാങ്കിലൊക്കെ ആണല്ലേ. അപ്പോൾ ചില മീനിൻ്റെ ഒക്കെ വാലും കാലും കട്ട് ചെയ്ത് പോയിട്ടുണ്ട്, ചിലതിൻ്റെയൊക്കെ മോന്തൊക്കെ മുറിഞ്ഞിരിപ്പുണ്ട്. എന്തെങ്കിലുമൊക്കെ അപകടം പറ്റിയതായിരിക്കും, അവർ എന്തെങ്കിലും ഫൈറ്റ് കൂടിയതൊക്കെ ആയിരിക്കും. അന്ന് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പാടില്ല. പിന്നീട് നമുക്ക് കരിമീൻ്റെ കളക്ഷനും കാണാൻ കഴിയുന്നുണ്ട്. അവിടെ കരിമീൻ എന്തൊക്കെ മീനുകളൊക്കെ അവിടെ ഒരുപാട് ഉണ്ടായിരുന്നു. പിന്നെ കാണില്ലേ, നമുക്ക് പേരറിയാത്ത ഒരുപാട് മീനുകൾ ആ ടാങ്കിലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. പിന്നെ നമ്മുടെ ഓസ്കാറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മോൺസ്റ്റർ ഫിഷുകൾ അവിടെ ഒരുപാടുണ്ടായിരുന്നു. നമ്മുടെ അരാബേമയും അതുപോലെ നമ്മുടെ അലിഗേറ്റർ കാറ്, പിന്നെ നമ്മുടെ ക്യാറ്റ് ഫിഷ്, പിന്നെ അതുപോലെ എനിക്ക് പേരറിയത്തൊരു മീനുണ്ടായിരുന്നു. ഈ കാണുന്നതിൻ്റെ പേര് എനിക്കറിയത്തില്ല, അത് കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാറ്റ് ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ നമ്മുടെ കൂടുതൽ എനിക്ക് തോന്നുന്നത് അതിനകത്ത് അലിഗേറ്റർ കാറായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. പിന്നീട് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഫുൾ മീനിൻ്റെ കളക്ഷൻ വരുന്നുണ്ട് കണ്ടില്ലേ. പിന്നെ നേരത്തെ കാണിച്ച പോലെ നമ്മുടെ ഷാർക്കും കാര്യങ്ങളും ഉണ്ട് അവിടെ. അങ്ങനെ ഒരുപാട് മീനുകളുണ്ടായിരുന്നു ഗൈസ്. നമുക്ക് പേരറിയത്ത് തന്നെ ഒരുപാട് മീനുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ ഗൈസ് നിങ്ങൾ മീനുകളൊക്കെ ഒന്ന് കണ്ടു നോക്കും. ഓക്കെ ഗൈസ്, പിന്നെ അതുപോലെ നമ്മൾ ഇത് ഈ കാണുമ്പോൾ സക്കർ ഫിഷാണ് ഗൈസ്. സക്കർ ഫിഷ് 4 ചത്ത് കിടക്കുന്നു. ഇതെന്തുകൊണ്ടാണ് ചത്ത് പോയെന്ന് എനിക്കറിയത്തില്ല. കാരണം ആ സൈഡിൽ 4 ഇങ്ങനെ വെള്ളക്കളർ ദ്രവിച്ച് കിടപ്പുണ്ട്. ഈ ചത്തിട്ട് 3-4 ദിവസമായി കാണുമായിരിക്കും. എന്തുകൊണ്ടാണ് നമുക്ക് അറിയില്ല. മീൻ ചത്ത് പോയിട്ടുണ്ടെങ്കിലും അല്ലേ, നല്ല വെള്ള കളറിലാണ് മീനും ചത്ത് കിടക്കുന്നത്. പിന്നീട് ഇവിടെ ഒരുപാട് മീനുകളൊക്കെ ഉണ്ട്, വലിയ മീനുകളും ചെറിയ മീനൊക്കെ ഒരുപാട് മീനുകൾ ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു കണ്ടില്ലേ. പിന്നെ നമ്മുടെ ഏഞ്ചൽ ഫിഷ് ഉണ്ടായിരുന്നു. ഏഞ്ചൽ ഫിഷിൻ്റെ ബ്ലാക്ക് വൈറ്റ് അങ്ങനെ പല കളർ. പിന്നെ കുറേ മീനുകളൊക്കെ അടി ചത്ത് കിടപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഓസ്കാർ, അതുപോലെ നമ്മുടെ ഒരുപാട് പിരാന, അങ്ങനത്തെ ഒരുപാട് മീനൊക്കെ ഈ ടാങ്കിലുണ്ടായിരുന്നു. പിന്നെ അതുപോലെ നമ്മുടെ വൈറ്റ് ഗൗരാമീനും ഈ ടാങ്കിലുണ്ടായിരുന്നു ഗൈസ്. വൈറ്റ് ഗൗരാമീൻ അങ്ങനത്തെ ഒരുപാട്. പിന്നെ നമ്മുടെ അരാപ്പയ്മ തന്നെ സൈസ് സാധനമൊക്കെ കിടപ്പുണ്ടായിരുന്നല്ലേ. അരാപ്പയ്മ ഈ ടാങ്കിൽ പകുതിയും അരാപ്പയ്മയാണ് കിടക്കുന്നത് കണ്ടില്ലേ. വലിയ സൈസ് സാധനമാണ് കിടക്കുന്നത്. നമ്മുടെ തലയുടെ മുകളിലൂടെയൊക്കെ പോകുന്നുണ്ടോ ഗൈസ്. അപ്പോൾ നിങ്ങളൊരു ഫിഷ് ലവർ ആണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനത്തെ എക്സ്പോ എല്ലാം കണ്ടിരിക്കണം. കാരണം നിങ്ങൾക്ക് പല വെറൈറ്റിയുള്ള മീനുകളെ കാണാൻ പറ്റും അവിടെ. അതുപോലെ അടുത്തൊരു സെക്ഷൻ വരെ നമ്മൾ മത്സ്യകന്യകയാണ് അവിടെ വരുന്നത്. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മത്സ്യകന്യകയാണ്. ഇതിനെ കാണാനാണ് ഒരുപാട് പിള്ളേരും വീട്ടുകാരെല്ലാം വരുന്നത് തന്നെ. പക്ഷേ മത്സ്യകന്യക പക്ഷേ ഒരുപാട് നേരം വെള്ളത്തിൽ കിടന്നുകൊണ്ടായിരിക്കും ഒരുപാട് നേരം പുള്ളിക്കായിരിക്കും വെള്ളത്തിൽ നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ മോളിപ്പോൾ ഓക്സിജൻ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ചില എക്സ്പോയിൽ കാണാറുണ്ട് മത്സ്യകന്യക ഒരുപാട് നേരം വെള്ളത്തിൽ കിടന്ന് നമുക്ക് കാണാറുണ്ട്. പക്ഷേ ഈ പുള്ളിക്കാരി എനിക്ക് ഒരുപാട് നേരമായിട്ട് കിടക്കുന്നതുകൊണ്ടായിരിക്കും ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നീട് നോക്കുമ്പോൾ നമുക്ക് ചെടികളുടെയൊക്കെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. ചെടികൾ, വിത്തുകൾ, പിന്നെ ഒരുപാട് മെഷീൻസ് അങ്ങനത്തെ, പിന്നെ ചെരുപ്പുകൾ, അങ്ങനെ ഷൂസ്, പിന്നെ നമ്മുടെ ഫോണിൻ്റെ, പിന്നെ അതുപോലെ നമ്മുടെ കുറേ ചിപ്സ്, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സെക്ഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് സ്റ്റോറുകൾ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പണ്ടത്തെ നൊസ്റ്റാളജി, പേന, പെൻസിൽ, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. റബ്ബർ, പല മോഡൽ പെൻസിലും കാര്യങ്ങളൊക്കെ ആ ഒരു ഏരിയയിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ പേനകളും പലതരം സാധനങ്ങളുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ബാഗിൻ്റെയും അതുപോലെ ഡ്രസ്സിൻ്റെയൊക്കെ കുറേ സ്റ്റോർ ഉണ്ടായിരുന്നു. പിന്നെ പല സ്റ്റോറും അടച്ചു പോയിരിക്കുന്നു. രാത്രിയാണ്ടൊക്കെ ആയിരിക്കും പല സ്റ്റോറും അടച്ചു പോയിരിക്കുന്നു. പിന്നെ നമ്മളിവിടെ നമ്മുടെ വി ആർ ഡി കാലം ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് പേര് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഗൈസ് നമ്മുടെ ഈ പിള്ളേർക്ക് കളിക്കാനുള്ളതെല്ലാം മരണക്കിണറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ നിർത്തി പോയേക്കുന്നു, അവിടെ നിന്ന് ആരും ഇല്ലായിരുന്നു. പിന്നെ പിള്ളേർ നമ്മളെ കുറേ ചാലഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നമുക്ക്. പിന്നെ ഒരുപാട് നമുക്ക് കളിക്കാനുള്ള കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ പന്ത് എറിയുന്നതും അങ്ങനത്തെ മറ്റേ ബോൾ എറിഞ്ഞിരുന്നതും അങ്ങനത്തെ പലതരത്തിലുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ അവിടെ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു. പിള്ളേർ കളിക്കാനുള്ള ഒരുപാട് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ കാറ്, അങ്ങനത്തെ വാഹനങ്ങൾ, അങ്ങനെ സാധനങ്ങളൊക്കെ ആയിരുന്നു അല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഗൈസ് അവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുമ്പോഴത്തേക്ക്. നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ ഫോണിൽ സ്റ്റോറേജ് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പറ്റുന്ന പോലെ തന്നെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് പിന്നെ നമുക്ക് അവിടെ വെച്ച് വോയിസ് ഓവർ കൊടുത്ത് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഒരുപാട് സൗണ്ടും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ബൈ.